പ്രോഡക്റ്റ് ആണെങ്കിൽ 8,400 രൂപ 6 പീസ് കിട്ടുന്നത്. പിന്നെ അത് തന്നെ 50 PV ആണെങ്കിൽ അതിന് 50 PV കിട്ടുന്നത്. ഈ സൂപ്പർ ഡീലക്സ് 6 പീസ് 9,800 രൂപ, അതിന് 6 പീസ് കിട്ടുന്നുണ്ട്. ഈ സൂപ്പർ ഡീലക്സ് ഡബിൾ ആണെങ്കിൽ 16,500 രൂപ 12 പീസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കാണാതെ പഠിക്കണോണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല, ഇതൊക്കെ ഒന്ന് കാണാതെ പഠിക്കണം. ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതുന്നു. ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ കോടീശ്വരനാകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാനൊരു സൂം മീറ്റിംഗ് കിട്ടുന്ന പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോടീശ്വരനാകാൻ പറ്റില്ല. എന്നിട്ട് പറയാൻ പറ്റും ഞാനും പണ്ട് ഈ വട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്, എനിക്കൊന്നും കിട്ടിയില്ല കേട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കോടികൾ വരുമാനം കിട്ടണമെങ്കിൽ പഠിക്കണം. ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇതൊക്കെ വലിയ വലിയ കാര്യമൊന്നുമല്ലെന്ന്. ഇന്ന് തന്നെ ഇത് എഴുതി ഈ പറയുന്ന PV ഒക്കെ പഠിക്കാം. ഇനി നമുക്ക് വരുമാനം തരാനായിട്ട് ഒരു ദിവസം 2 സമയമുണ്ട്. ആ 2 സമയം എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ 5 മണി തുടങ്ങി വൈകിട്ട് 5 മണി വരെ, വൈകിട്ട് 5 മണി തുടങ്ങി രാവിലെ 5 മണി വരെ. ഒരു ദിവസം 2 പ്രാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. ഒരു PVക്ക് അവയർനെസ് ബോണസ് ആയിട്ട് തരുന്നത് 20 രൂപ 50 പൈസയാണ്. അതൊന്ന് എഴുതി പഠിക്കണോട്ടാ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിക്കണം. ഒരു ദിവസം കൊണ്ട് പഠിക്കണ്ട, ഒരു മാസം കൊണ്ട് പഠിച്ചാലും മതി. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മെമ്പേഴ്സ് നമുക്ക് ഒരുമിച്ചിരിക്കാം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. പ്രശ്നം തീർന്നില്ലേ? ഒന്ന് ആ മനോഭാവം ഒന്ന് മാറിയാൽ മതി. എനിക്കൊന്ന് പഠിക്കണം, എനിക്കിവിടെ വിജയിക്കണം എന്നുള്ളൊരു മനോഭാവം. പഠിച്ചാൽ നിങ്ങൾ വിജയിച്ചിരിക്കും. നിങ്ങൾക്ക് വിജയിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളൊന്ന് പഠിച്ചാൽ മതി, എന്നിട്ട് പറഞ്ഞാൽ മതി. കാണുന്ന എന്നോട് മുഴുവൻ പറയുന്നത് 10 പേരോട് 10 പേരോട് പറഞ്ഞിറങ്ങി 8 പേര് ഒരു പക്ഷേ നോ പറയും, 2 പേര് എസ് എന്ന് പറയും. മതി, നമുക്ക് 2 പേര് മതിയല്ല. അപ്പൊ ഒരു PV എന്ന് പറഞ്ഞാൽ 20 രൂപ 50 പൈസയാണ്. 100 PV എന്ന് പറഞ്ഞാൽ 2,050 രൂപയാണ്. 1000 PV എന്ന് പറഞ്ഞാൽ 20,500 രൂപയാണ്. അപ്പൊ ഒരു സൈക്ലിങ്ങിൽ അവയർനെസ് ബോണസ് ആയിട്ട് നമുക്ക് മാക്സിമം കിട്ടുന്നത് 20,500 രൂപയാണ്. അതിന് 1000 PV മാച്ച് ചെയ്യണം. 1000 PV മാച്ച് ചെയ്യാനായിട്ട് ഒരു 50 പേര് മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിൽ വന്നാൽ മതി. ഒരുപാട് മെമ്പേഴ്സ് ഒന്നും വേണ്ട. ഇതൊക്കെ ഒന്ന് പഠിച്ച് പറയാനാണെങ്കിൽ ടക്കന്ന് 50 പേര് മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിൽ വരും. ഇതൊന്ന് പഠിച്ച് പറഞ്ഞാൽ വരുള്ളൂ. പല മെമ്പേഴ്സും പറയുന്നുണ്ട് എന്റെ പൊന്നു സാറേ ഞാൻ രാവിലെ തുടങ്ങി രാത്രി വരെ ഓടി നടക്കുന്നു, എന്റെ ടീമിലെ ആളുകൾ ജോയിൻ ചെയ്യുന്നില്ല. കാരണം എന്താണ് പറയണെന്ന് അയാൾക്ക് പോലും അറിയാൻ പാടില്ല. പറയാനറിയാൻ പാടില്ലാണ് ആൾക്കാർ ജോയിൻ ചെയ്യണത്. ആൾക്കാർ ഇതെങ്ങനെ സഹിച്ചിരിക്കുന്നത് അറിയാൻ പാടില്ല. അപ്പൊ ഈ പ്രസന്റേഷൻ എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. പറയാൻ കഴിവുള്ള ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അതൊരു വലിയ സ്കില്ലാണ് കേട്ടത്. ഇപ്പൊ ഒരു ഡോക്ടർ ചിലപ്പോൾ MBBS മാത്രം ഉണ്ടാവുള്ളൂ, അവന് വാലൊന്നും ഉണ്ടാവില്ല. വേറൊരു ഡോക്ടറുടെ MBBS ഉണ്ടാവും, ഒരുപാട് വാലുകൾ ഉണ്ടാവും. 2-3 ബോട്ടിൽ വാലുകൾ എഴുതിച്ചിട്ടുണ്ടാവും, വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഡോക്ടറിന് ക്യൂ ഒന്നും ഉണ്ടാവില്ല. ഈ MBBSകാരനെ കാണെങ്കിൽ ചിലപ്പോ ഒരുപാട് നേരം ക്യൂ നിൽക്കണം, നീണ്ട നേരം ഇരിക്കുള്ളൂ. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? കൊച്ചു വർത്താനം പറയും, എങ്ങനെയുണ്ട് അസുഖം, എങ്ങനെയുണ്ട്, പനി വന്നിട്ട് എങ്ങനെയുണ്ട്, വീട്ടിൽ അച്ഛന്റെ രോഗമൊക്കെ മാറിയ, അപ്പൊ മോൻ എങ്ങനെയുണ്ട്, അവൻ എത്രയാണ് പഠിക്കുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളുണ്ട് നമ്മളുടെ ഒരാളായിട്ട് മാറും. പിന്നെ മോളുടെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട, എന്നിട്ട് ഒരു ഗുളിക കഴിച്ചിരും, എന്നിട്ട് രോഗമൊക്കെ ചോദിക്കും, കണ്ണൊക്കെ ഒന്ന് നോക്കും, സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് കുറച്ചധികം നേരം നോക്കും. എക്സ്റേ എടുക്കേണ്ടതാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ രോഗം മനസ്സിലായി, കുഴപ്പമൊന്നുമില്ലെന്ന്, പ്രശ്നമൊന്നുമില്ലെന്നേ, ഈ മരുന്ന് കഴിച്ചാൽ മതി. എന്നിട്ട് ഇതിന് സാമ്പിൾ മരുന്ന് എടുത്തു വരും. പിന്നെ അവരുടെ അടുത്തല്ലേ നമ്മൾ പോകുള്ളൂ. അപ്പൊ അതൊരു പ്രസന്റേഷൻ സ്കില്ലാണത്. അപ്പൊ ഒരു ഡോക്ടർ വിജയിക്കണമെങ്കിൽ പ്രസന്റേഷൻ സ്കില്ല് വേണം. ഒരു സിനിമ നടൻ വിജയിക്കണമെങ്കിൽ അവന് പ്രസന്റേഷൻ സ്കില്ല് വേണം. അവന് അവന്റെ ചുറ്റുപാടുള്ള ആളുകളോട് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കണം. ഏറ്റവും നല്ല പ്രസന്റേഷൻ സ്കില്ലുള്ള നടനാണെന്നറിയാമോ? മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്ക് വലിയ നടനൊന്നുമല്ല, മോഹൻലാലിന്റെ മുമ്പിൽ വലിയ നടനൊന്നുമല്ല. പക്ഷെ മോഹൻലാലിനെ വിൽക്കാൻ മമ്മൂട്ടിനെ വെക്കാൻ തയ്യാറാകുന്നുണ്ട്. നിങ്ങൾ മമ്മൂട്ടിയുടെ അഭിമുഖം എടുത്തു നോക്ക്, അതാണ് മമ്മൂട്ടിയുടെ കഴിവ്. അപ്പൊ ആ ഒരു പ്രസന്റേഷൻ സ്കില്ലുള്ള ആളുകളാണ് മറ്റുള്ളവർ വിജയിക്കുന്നത്. അപ്പൊ പ്രസന്റേഷൻ സ്കില്ലിലേക്ക് പോകണമെങ്കിൽ മീറ്റിംഗ് തീരുവില്ലട്ടാ. എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തയ്യാറായി, നിഷ്കളങ്കമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തയ്യാറായി. രാമൻ സാറേ, ഒരു മെസ്സേജ് വന്നിരിക്കണത്, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒരു ശനിയാഴ്ച ദിവസം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണ്. ഞാൻ എന്റെ പ്രായം ഞാൻ പറഞ്ഞില്ലേ. എന്നാലും ഈ മീറ്റിംഗ് 7:15 നീണ്ടുപോട്ടോ, ഒന്ന് എന്നോട് ക്ഷമിക്കും. അപ്പൊ പ്രസന്റേഷൻ സ്കിൽ എന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തയ്യാറാക്കുക, നിഷ്കളങ്കമായിട്ട്, പ്രതിഫല ഇച്ഛയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും നിങ്ങളൊന്ന് തയ്യാറായേ. മനോഹരമായിട്ട് നിങ്ങളൊന്ന് പുഞ്ചിരിച്ചേ. കാരണം ലോകത്തിൽ എല്ലാവരും സംസാരിക്കുന്ന ഒരു ഭാഷ ഉണ്ടെങ്കിൽ അത് പുഞ്ചിരി മാത്രമാണ്. നിഷ്കളങ്കമായിട്ട് ഏതൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് പുഞ്ചിരിയാണ്. മറ്റുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പുഞ്ചിരിയാണ്. ഇപ്പൊ ഒരേ രീതിയിലുള്ള 2 കടയുണ്ട്. ഇപ്പൊ 2 ഫർണിച്ചർ കട ഒരേ രീതിയിൽ ഒരേ ഏരിയയിലുണ്ടെന്നിരിക്കട്ടെ. ഒരു കടയിൽ ഇതിന് വില കൂടുതലാണ്, എല്ലാവർക്കും അറിയാം വില കൂടുതലാണെന്ന്. പക്ഷെ അവൻ മനോഹരമായിട്ട് പുഞ്ചിരിച്ച് പ്രസന്റേഷൻ സ്കില്ലുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ അവനെ കച്ചവടം കൂടുതലുണ്ടാവുള്ളൂ.
ഇതിന് വില കൂടുതലാണ്, കണ്ട് പെരുമാറ്റം നല്ലതാണ്, കുഴപ്പമില്ല, അവിടെ തന്നെ മേടിച്ചു കളയാന്ന് വിചാരിക്കും. അതാണ് പെർസെന്റേജ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത വർഷം ഈ സമയത്ത് കോടീശ്വരനാണെങ്കിൽ രണ്ടാമത്തെ ഒരു പടി ഞാൻ പഠിപ്പിച്ചതാണ് പ്രസന്റേഷൻ സ്കില്ലാണ്. നിങ്ങൾ മനോഹരമായിട്ട് പുഞ്ചിരിക്കുക, മനോഹരമായിട്ട് ജനങ്ങളോട് പെരുമാറുക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകുക. അപ്പൊ ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ദേഷ്യപ്പെടുന്നത് അവരുടെ മനസ്സിലെ നിഷ്കളങ്കത കൊണ്ടാണ്. ജൂനിയേഴ്സും സീനിയേഴ്സ് ഒക്കെ വിജയിച്ചു തന്നെ അവരുടെ ഈ ദേഷ്യപ്പെടുന്ന ആൾക്കാർ കളങ്കമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അങ്ങനെ ദേഷ്യമുള്ള സീനിയേഴ്സ് ആണെങ്കിൽ ഒന്ന് അഭിനയിക്കാൻ തയ്യാറാകുക. ഏത് നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുക, എപ്പോഴും ഇങ്ങനെ ചിരിച്ചേക്കുക, ജൂനിയേഴ്സിനെ കാണുമ്പോൾ ചിരിക്കുക. ഇന്ന് അടിപൊളി പ്രോഗ്രാം ആയിരുന്നിട്ട് നിന്റെ. അപ്പൊ അവൻ പറയും, അയ്യോ സാർ എനിക്കൊന്നും ബിസിനസ് ഒന്നും കിട്ടിയില്ല. നിനക്ക് ബിസിനസ് കിട്ടില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. നീ ഇന്ന് നാല് പേർക്ക് നീ പ്ലാൻ കൊടുത്തല്ല. നീ പ്ലാൻ കൊടുത്തതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ പ്ലാൻ കൊടുത്തപ്പോ ഇങ്ങനെയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ, കാരണം നീ കോടികളുടെ കണക്കാണ് പറഞ്ഞത്, അത് അവന് ഓരോ ദിവസം കിട്ടുന്ന വരുമാനം കൂടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവന് സാധാരണക്കാരൻ അവര് പെയിന്റിങ് ജോലിക്കാരനല്ലേ, അവനൊരു ദിവസം വേണ്ടത് 1000 രൂപയല്ലേ. അവര് 50 പേര് മാച്ച് ചെയ്താല് നിനക്കൊരു ദിവസം 1000 രൂപ വരുമാനം കിട്ടും. 100 പേര് മാച്ച് ചെയ്താല് നിനക്കൊരു ദിവസം 2000 രൂപ വരുമാനം കിട്ടും. ഈ 1000 രൂപ 2000 രൂപ എന്ന് ഒന്നി പറഞ്ഞിരുന്നെങ്കിൽ അവൻ ജോയിൻ ചെയ്യുമായിരുന്നില്ലേ? നീ എടുത്താൽ പോകാത്ത ഒരു കാര്യത്തിനാണ് നീ അവനോട് പറഞ്ഞത്. കോടികൾ ഇപ്പൊ പറയേണ്ട വല്ല കാര്യമുണ്ടാ? തുടക്കക്കാരനോട് 1000 രൂപ 2000 രൂപയല്ലേ പറയേണ്ടത്? തുടക്കക്കാരന് ഒരു മാസം 30,000 രൂപ വരുമാനം കിട്ടുന്നല്ല പറയേണ്ടത്. ജോലി കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള സമയം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിനക്കൊരു മാസം 30,000 രൂപ കിട്ടും, 50,000 രൂപ കിട്ടും എന്നല്ല പറയേണ്ടത്. നീ അവരോട് കോടികൾ വരുമാനം കിട്ടുമെന്ന് പറയേണ്ട കാര്യം എന്താണുള്ളത്? അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. അങ്ങനെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയണമെങ്കിലാ അവരത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാവും. അപ്പൊ ഇവിടെ ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അയൽക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? അയൽക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയറും ജൂനിയറുമാണ്. ഈ ക്രിസ്തുദേവൻ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ഈ ബയോട്ടോറിയത്തിൽ പ്രവർത്തിക്കുന്ന ബെന്നി സാറിന്റെ ടീമിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇവിടെ സീനിയേഴ്സിനോടും ജൂനിയേഴ്സിനെ നമ്മള് സ്നേഹിക്കാനും അംഗീകരിക്കാനും പ്രശംസിക്കാനും തയ്യാറാകുക. അവന്റെ നല്ല വശങ്ങൾ കണ്ടെത്തി പറയാൻ തയ്യാറാകുക. അങ്ങനെ ഒന്ന് നിങ്ങൾ ഇന്ന് തുടങ്ങി ഒന്ന് മാറ്റിയ നിങ്ങൾ അത്ഭുതകരമായ മാറ്റം എടുക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അത്ഭുതകരമായ മാറ്റം. ഈ ശർക്കരയിൽ ഈച്ച പൊതിയുന്നത് പോലെ മനുഷ്യന് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ഞാൻ പറയാ, ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാര് ഒരു കാരണവശാലും സ്ത്രീകളെ പ്രശംസിക്കരുത്, സ്ത്രീകളെ പുരുഷന്മാരെ പ്രശംസിക്കരുത്. ടീമിൽ പ്രശ്നം വന്നിട്ട് എന്നെ പറയാൻ നിൽക്കും. ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ആ രീതിയിലൊന്ന് പ്രശംസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം നിങ്ങളുടെ ടീമിൽ ഉണ്ടാവും. ഇതിനാണ് പ്രസന്റേഷൻ സ്കിൽ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തയ്യാറാകുക. എല്ലാവരും കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. എന്റെ പൊന്നു സാറിനെ ഞാൻ 2 കൊല്ലം മുമ്പ് കണ്ടാണ്, ഈ മുടിയൊക്കെ കൊഴിഞ്ഞ് ഉള്ളതൊക്കെ നരച്ചു പോയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബിസിനസ് കിട്ടുക. സാറ് 2 കൊല്ലം മുമ്പ് ഞാൻ കാണുമ്പോഴല്ല, സാർ ഇത്തിരി കൊടസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കൊടസയൊക്കെ ഒട്ടി, ഇപ്പൊ കടലിൽ ഇതിലൂടെ തേജസ് വന്ന് സാർ കൂടി മെലിഞ്ഞ് നല്ല സ്മാർട്ടായി. സാറ് യോഗ ചെയ്യണല്ലേ എന്ന് ചോദിച്ചാൽ അവൻ നിങ്ങളെ പ്രൊഡക്റ്റ് എടുത്തിരിക്കും. ഇത് രണ്ടും ഒരാൾ തന്നെയല്ലേ ചോദിക്കണത്. ദാഹിച്ചു വലഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ ജൂനിയറുടെ വീട്ടിൽ ചെന്നപ്പോഴേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അവനൊരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തു. ദുഷ്ടൻ, ദാഹിച്ചു വലഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് അവര് 1/4 ഗ്ലാസ് വെള്ളം നോക്കി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അങ്ങനെ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് അങ്ങനെ ആക്കി തീർക്കുകയും ചെയ്യാം. ദാഹിച്ചു വലഞ്ഞ വന്നപ്പോ ഒരു 1/4 ഗ്ലാസ് വെള്ളം എനിക്ക് അവൻ തന്നല്ല, മിടുക്കൻ, അത്രയെങ്കിലും തന്നല്ല. ഇത് നമ്മളെ ചിന്തയുടെ ഭാവങ്ങളാണ്. ഇതനുസരിച്ചാണ് നമ്മളെ മനസ്സ് മാറുന്നത്, നമ്മളെ പെരുമാറ്റം മാറുന്നത്, മുഖത്തെ മാംസപേശികൾ വരുന്നത്, നമ്മളെ ഊർജം മാറുന്നത്. ഈ നമ്മളെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളിൽ നെഗറ്റീവ് ഊർജമായിരിക്കും നമ്മൾ പകരുന്നത്. നമ്മളുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവ് ഊർജം, ആ തരംഗങ്ങളായിരിക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സീനിയറായിട്ട് സംസാരിച്ചപ്പോൾ ആ സീനിയർ എന്നോട് പറഞ്ഞത്, ഒരു ലീഡറെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുമെന്നാ പറയുന്നത്. അവൻ ചോദിച്ചത് കണ്ടാൽ എങ്ങനെ അറിയാൻ പറ്റും? അവൻ മീറ്റിംഗ് ഹാളിലേക്ക് വരുമ്പോൾ അവന്റെ ചുറ്റും ജനം പൊതിയാണെങ്കിൽ അവൻ ലീഡറാണ്. ഒരൊറ്റ ആള് പോലെ അവന്റെ അടുത്തേക്ക് വരുന്നില്ല, എല്ലാവരും അകന്നു പോകണമെങ്കിൽ അവന് വളരാൻ പറ്റൂല. അവന് ലീഡർഷിപ്പ് ഇല്ല, ആളുകൾ ആകർഷിക്കാനുള്ള കഴിവില്ല. അവൻ എത്രയേറെ പണിയെടുത്താലും അവൻ വിജയിക്കും. അപ്പോൾ നിങ്ങൾ മീറ്റിംഗ് ഹാളിലേക്ക് വരുന്നതാണെങ്കിൽ, നിങ്ങൾ ജനം പൊതിയുകയാണെങ്കിൽ നിങ്ങൾ ലീഡറാണ്, നിങ്ങൾ വിജയിച്ചിരിക്കും. ഒരൊറ്റ ആൾ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ജനം നിങ്ങളെ പൊതിയുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലീഡർ ആകാൻ പറ്റുള്ളൂ.
എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പണവും പ്രശസ്തിയും അംഗീകാരവും സ്നേഹവും എല്ലാം നിങ്ങൾക്ക് കിട്ടൂ. അപ്പൊ ഇവിടെ പി വി ഞാൻ പറഞ്ഞു, ഇനി 13 PV മാച്ച് ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് തരുന്ന വരുമാനം 266 രൂപയാണ്. 25 PV മാച്ച് ചെയ്യുമ്പോൾ 512 രൂപ നമുക്ക് കിട്ടും. 50 PV മാച്ച് ചെയ്യുമ്പോൾ 1025 രൂപ വരുമാനം കിട്ടും. 100 PV മാച്ച് ചെയ്യുമ്പോൾ 2050 രൂപ വരുമാനം കിട്ടും. 1000 PV മാച്ച് ചെയ്യുമ്പോൾ ഒരു സൈക്കിളിൽ മാക്സിമം 20,500 രൂപ വരുമാനം നമുക്ക് കിട്ടും. 20,500 രൂപ. ഇതാണ് അവയർനെസ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ 20,500 രൂപ എന്ന് പറഞ്ഞാല് ഒരു ദിവസം 2 സൈക്കിൾ ഉണ്ട്. ഈ 2 സൈക്കിളിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനം 41,000 രൂപയാണ്. ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 41,000 രൂപ. അപ്പൊ ഒരു നിർമ്മാണ തൊഴിലാളിയോട് നമ്മൾ പറയുകയാണെങ്കിൽ 50 PV ഒരു ദിവസം മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ വരുമാനം കിട്ടും. 100 PV മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് 2000 രൂപ വരുമാനം കിട്ടും. ഇന്ന് നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഇരട്ടി വരുമാനമായിരിക്കും നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നത്. 300 PV മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ദിവസം 3000 രൂപ വരുമാനം കിട്ടും. നിങ്ങൾക്ക് ഒരു ദിവസം 1,00,000 രൂപ വരുമാനം വേണമെന്നുണ്ടെങ്കിൽ 300 PV മാച്ച് ചെയ്താൽ മതി. ഒരു ദിവസം 300 PV മാച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ഒരു മാസം വരുമാനം 1,00,000 രൂപ ആയിരിക്കും. 1,00,000 രൂപ. എത്ര പൂജ്യം ഉണ്ടാവില്ല? 1, 10, 100, 1000, 10,000, ലക്ഷം. 5 പൂജ്യം. ഒരു മാസത്തെ വരുമാനത്തിൽ 5 പൂജ്യം. അതിന് മുമ്പിൽ ഒരു 1. ആ 1 വരുമ്പോൾ പൂജ്യത്തിന് വിലയില്ല. അതിന് മുമ്പിൽ ഒരു 1 വന്ന് അത് 1,00,000 രൂപയായിട്ട് മാറി. ഈ മാസം തുടങ്ങി നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം 1,00,000 രൂപ വരുമാനമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം നിങ്ങളുടെ വരുമാനം 300 PV മാച്ച് ചെയ്യുക. 300 PV മാച്ച് ചെയ്യേണ്ട. 300 PV മാച്ച് ചെയ്താൽ 6,000 രൂപ. ഒരു ദിവസം നിങ്ങൾക്ക് 200 PV മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4,000 രൂപ. ഒരു ദിവസം 150 PV മാച്ച് ചെയ്താൽ ഒരു ദിവസം 150 PV മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വരുമാനത്തിലേക്ക് 3,000 രൂപ. അത്ര മതി. എത്ര നിസ്സാരമല്ലേ? ഞാൻ 500 PV എന്ന് പറയാൻ പോയതാണ്. ഒരു ദിവസം 150 PV മാച്ച് ചെയ്താലേ നിങ്ങൾ ഒരു മാസം വരുമാനം 1,00,000 രൂപ. ഇതാണ് ഈ പായിട്ടറിയാം. എത്ര സുന്ദരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഒരു ദിവസം വരുമാനം 41,000 രൂപ നമ്മളെ മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ. ഇനി ഒരു മാസം വരുമാനം നോക്കുമ്പോഴാ 41,000 × 30 12,30,000 രൂപ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണ്ട. ഞാൻ ഒരു മാസം 1,00,000 രൂപ എന്ന് പറയുമ്പോൾ തന്നെ പല പേഴ്സും തലേ കൈ വെച്ച് ഒരു മാസം 1,00,000, ഒരു മാസം ഒരു 30,000 രൂപയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. തഥാസ്തു പറയും, നിനക്ക് 30,000 രൂപ കിട്ടിട്ടെ. ഇത് എത്ര മണി എടുത്താലും 30,000 കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ല, തഥാസ്തു എന്ന് പറഞ്ഞൊരു ഈശ്വരൻ നമ്മളെ നിറയിലുണ്ട്. എനിക്കൊരു മാസം 30,000 രൂപയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ പൊന്നു മക്കളെ, ഒരു പൈസ കൂടുതൽ കിട്ടൂല. ആ 30,000 കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊരു മാസം 1,00,000 രൂപ വരുമാനം വേണം. നിങ്ങൾക്ക് ഒരു ദിവസം 150 PV ശരാശരി വരുവുള്ളൂ. അതിനേക്കാൾ 1 രൂപ കൂടുതൽ കിട്ടൂല. പക്ഷെ അവയർനെസ് ബോണസ് കമ്പനി തരാന്ന് പറയുന്നത് ഒരു മാസം 12,30,000 രൂപയാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഒരു മാസം 12,30,000 രൂപയാണെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 1,44,00,000 രൂപ. ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്ന അവയർനെസ് ബോണസ് മാത്രം 1,44,00,000 രൂപ. ഞാൻ ഈ 9 വരുമാനം പറയാൻ വേണ്ടി വന്നതാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ ഈ ഒരു വരുമാനം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഞാൻ 4-5 കഥകൾ പറയും. അപ്പൊ കഥകൾ പറയണമെന്ന് വിചാരിച്ചാണ്. സമയം കിട്ടിയില്ല, എന്നോട് ക്ഷമിക്കുക. എങ്കിലും ഒരു കഥയൊക്കെ പറയാണ്ട് ഞാൻ ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്താൽ ശരിയാവില്ലല്ലോ. ഒരൊറ്റ കഥ ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു യുവാവ് അദ്ദേഹത്തിന്റെ നാട്ടിലെ തൊഴിലവസരങ്ങൾ തീരെ ഇല്ലാണ്ടായപ്പോഴേക്കും അമേരിക്കയിലേക്ക് കുടിയേറി. കാരണം അമേരിക്ക സമ്പന്നതയുടെ രാജ്യമാണല്ലോ. ചെന്നതുപോലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ ഒരു ജോലി കിട്ടി. സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ കമ്പനി ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊഴിലവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ട് പിന്നെ എത്ര അന്വേഷിച്ചിടന്നിട്ടും ജോലി കിട്ടുന്നില്ല. അങ്ങനെ നിരാശനായിട്ട് ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ഹോട്ടലിന് മുമ്പിൽ വില കൂടിയ ഒരു കാറിൽ വെൽ ഡ്രസ്സായ ഒരാൾ ഇറങ്ങുന്നുണ്ട്. അവ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഉയർന്ന പൊസിഷനുള്ള ഒരാളാണ്. അയാളുടെ മുഖത്തിന് പുഞ്ചിരി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാളെ ശ്രദ്ധിക്കാൻ തയ്യാറായത്. അപ്പൊ അയാൾ ആഹാരം കഴിച്ച് വരുന്നതുവരെ കാത്തിരുന്നു. അയാൾ കാറിൽ കയറാൻ പോയപ്പോ യുവ പറഞ്ഞു, പ്ലീസ് എന്നെ ഒന്ന് കേൾക്ക്. എന്റെ യോഗ്യത ഇന്നതാണ്. എന്റെ സ്ഥാപനത്തിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടു പോയി. താങ്കളുടെ സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി തന്നെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് നാളെ 10 മണി കഴിഞ്ഞ് ഒരു 11 മണിക്കുള്ളിൽ എന്റെ ഓഫീസിൽ വന്ന് എന്നെ ഒന്ന് കാണും, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് പോയി. അദ്ദേഹം സന്തോഷത്തോടെ തുള്ളിച്ചാടി. അപ്പൊ അദ്ദേഹം പറഞ്ഞ്, നീ നാളെ വരുമ്പോഴും വെൽ ഡ്രസ്സിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഉള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഓഫീസിലെത്തി. അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തിനെ പോയി കണ്ട് അവിടെ നല്ലൊരു ഓഫീസ് വെൽ ഫർണിഷ് ചെയ്ത ഓഫീസ് റൂമായിരുന്നു.
സംസാരിച്ച് നീ എന്തൊക്കെ ജോലി ചെയ്യാൻ തയ്യാറാന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ യോഗ്യത പറഞ്ഞ് ആ ഓഫീസിലുള്ള എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നിന്റെ കഴിവനുസരിച്ച് നിനക്ക് ഇതൊരു ഇൻഷുറൻസ് കമ്പനിയാണ്, നിനക്കൊരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് ഞാൻ നിനക്ക് ജോലി തരാം, നിനക്ക് ഇത്ര വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് എനിക്ക് ജോലി വേണ്ട, അത് മറ്റുള്ളവർ ചേർക്കുന്ന ജോലിയല്ലേ, എനിക്കത് പറ്റൂല, എനിക്ക് ആ ജോലി വേണ്ട, എനിക്ക് ഈ കമ്പനിയിൽ ഒരു പ്യൂണായിട്ട് ജോലി തന്നാൽ മതി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ പ്യൂൺ ഉണ്ട്, അപ്പൊ പ്യൂണിന്റെ വേക്കൻസി ഇല്ല, അതൊരു സ്വീപ്പർ ആയിട്ട് ജോലി തന്നാൽ മതി. അയ്യോ ഇവിടെ സ്വീപ്പർ ഉണ്ട്, സ്വീപ്പറിന്റെ വേക്കൻസി ഒഴിവില്ല, അതുകൊണ്ട് നിനക്ക് തരാൻ പറ്റില്ല. അന്ന് എനിക്കൊരു പ്ലംബറോ ഇലക്ട്രീഷ്യനോ ഒരു തോട്ടക്കാരനോ ഏറ്റെന്തെങ്കിലും അവരെല്ലാവരും ഇവിടെ ഉണ്ട്, ആകെ ഒഴിവുള്ളത് എവിടെ ഇൻഷുറൻസ് ഏജന്റിന്റെ ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ പറഞ്ഞു. അത് വേണമെങ്കിൽ നിനക്ക് എടുക്കാന്ന് പറഞ്ഞു. അയ്യോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ യുവാവ് തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം ഡോറിൽ കൈവച്ച് തുറക്കാൻ പോകുന്ന സമയത്ത് ഈ MD ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നീ വാ നമുക്കൊന്നുകൂടി സംസാരിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും പ്രതീക്ഷയോടെ അവിടെ ചെന്നിരുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ആളെ ചേർക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളത്, അതെനിക്ക് ആളെ ചേർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പൊ ആളുകളോട് നോ പറയിപ്പിക്കാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാ, അതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ അദ്ദേഹം ഒരു 10 ആപ്ലിക്കേഷൻ ഫോം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ്, ഇന്ന് നീ വൈകുന്നേരം വരെ ജോലി ചെയ്യുക, ഈ 10 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, അവരുടെ പേര്, അവരുടെ വയസ്സ്, അവരുടെ അഡ്രസ്സ്, അവരുടെ സ്ഥലം, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള്, അവരുടെ ആരോഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവര് പോളിസിയിൽ ചേരുന്നില്ല, ആ ചേരാത്തിന്റെ കാരണം കൂടി നീ ഒന്ന് എഴുതിക്കോട്ടോ. അവൻ ഭയങ്കര സന്തോഷമായി, 10 പേരെ കൊണ്ട് നോ പറയിപ്പിച്ചാൽ മതിയല്ല. അങ്ങനെ 10 പേരെ കൊണ്ട് നോ പറയിപ്പിക്കാനായിട്ട് അവൻ ഇറങ്ങി. അവൻ ആദ്യത്തെ 5 പേരെ കണ്ട് 5 പേരും ഭംഗിയായിട്ട് നോ പറഞ്ഞ് അവര് സന്തോഷം സഹിക്കാൻ വയ്യാതെ അവന്റെ കയ്യിലുള്ള കാശ് കൊണ്ട് സ്പെഷ്യലൊക്കെ വാങ്ങിച്ച് ഉച്ചക്കൂട് കഴിച്ച് വീണ്ടും ഇറങ്ങി. പിന്നത്തെ 3 പേരും നോ പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൻ ഹോട്ടലിൽ പോയി നല്ല ചായയൊക്കെ കുടിച്ച് വീണ്ടും അവന് ഉണർവോടെ ഇറങ്ങി. പിന്നത്തെ 2 പേര് എസ് പറഞ്ഞു. അവനാകെ നിരാശയായി. 10 പേര് നോ പറയണ്ടേ. അവൻ ഓഫീസിൽ നിന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഫോം അവിടെ കൊടുത്തു. സാറേ 8 പേര് നോ പറഞ്ഞ് 2 പേര് എസ് എന്ന് പറഞ്ഞ് വല്ല കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. വീണ്ടും 10 ഫോം എടുത്തു കൊടുത്ത്, നാളെ പോയിട്ട് നീ 10 പേരെ കൊണ്ട് നോ പറയിപ്പിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം സ്ഥിതി 7 പേര് നോ പറഞ്ഞ് 3 പേര് എസ് പറഞ്ഞു. ആദ്യത്തെ 15 ദിവസം വർക്ക് ചെയ്തു. 15 ദിവസം വർക്ക് ചെയ്തിട്ട് 15 ഒരു ദിവസം പോലും 100% ആളുകളെ കൊണ്ട് അവന് നോ പറയിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവര് ആവശ്യപ്പെട്ടിരുന്ന സമ്പാദ്യം എനിക്കൊരു $3000 കിട്ടിയാൽ മതി എന്ന് പറയണം. $3000 കിട്ടിയാൽ ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ ഇവന് ആദ്യം വന്നത്. 15 ദിവസം കഴിഞ്ഞ് ഇവന് 100% ആളുകളെ കൊണ്ട് നോ പറയിപ്പിക്കാൻ പറ്റാതെ വന്നപ്പോൾ, വരുമാനം കിട്ടുമില്ല എന്ന് അവന് ബോധ്യപ്പെട്ടപ്പോൾ അവൻ ആ സ്ഥാപനത്തിന്റെ MD കണ്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ പോണേണ്, എനിക്ക് അതിന് ശമ്പളമൊന്നും തരൂലില്ല, ഞാൻ അതുകൊണ്ട് പോണേട്ട എന്ന് പറഞ്ഞിട്ട് അവന് എഴുന്നേറ്റപ്പോ അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. സ്റ്റാഫിനെ വിളിച്ചപ്പോ ഒരു വലിയ കവർ കൊണ്ടേ കൊടുത്ത് ആ കവറിൽ $3000 പകരം $10000. അപ്പൊ അദ്ദേഹം ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചത്, എന്തിനു വേണ്ടി എനിക്ക് തന്നെന്ന് ചോദിച്ചു. നീ കുറെ പേരെ കൊണ്ട് എസ് എന്ന് പറയിപ്പിച്ചല്ലേ, ആ എസ് എന്ന് പറയിപ്പിച്ച ആളുകളുടെ ആപ്ലിക്കേഷൻ ഫോമായിട്ട് ഞങ്ങളുടെ ഫീൽഡ് സ്റ്റാഫ് അവരെ പോയി കണ്ട് അവരെല്ലാവരും തന്നെ പോളിസി ചേർന്ന് നിനക്ക് കിട്ടേണ്ട കമ്മീഷന്റെ 10% മാത്രമേ നിനക്ക് തന്നുള്ളൂ. അതാണ് ഈ $10000. നിനക്ക് $1,00,000 കിട്ടേണ്ടതായിരുന്നു, $10000 മാത്രമേ തന്നുള്ളൂ. ബാക്കിയുള്ള കമ്മീഷൻ അവരൊക്കെ എടുത്ത് നിനക്ക് ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നെ സാറേ, ഞാൻ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് മാത്രമേ ഇനി പ്രവർത്തിക്കൂ. എന്റെ പ്രിയ സഹപ്രവർത്തകരെ, നോ പറയിപ്പിക്കാനായിട്ട് നിങ്ങളൊന്ന് ഇറങ്ങാം, ഇന്ന് തുടങ്ങി ഇറങ്ങാം. അടുത്ത വർഷം ഈ സമയം നിങ്ങൾ കോടീശ്വരനായിരിക്കും. ജയ് വയോട്.